Hi friends, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഐസ്ക്രീമാണ്. വെറും 2 minutes കൊണ്ട് നിങ്ങൾക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റും. മാത്രമല്ല ഒരു 3 ഇൻഗ്രീഡിയൻസ് മതി. നമുക്കതപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്സിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ടിന്ന് നമ്മുടെ കണ്ടൻസ് മിൽക്കാണ്. നിങ്ങൾക്കറിയാം ഏത് ബ്രാൻഡിൻ്റെ ആയാലും മതി. ഇതിലേക്ക് ഒരു കപ്പ് യോഗർട്ട് അല്ലെങ്കിൽ പുളി കുറഞ്ഞ തൈര്, ഇങ്ങനത്തെ ഒരു വിസ്കർ വെച്ച് നന്നായിട്ട് അടിച്ച് മിക്സ് ചെയ്ത് 2 to 3 minutes നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളകി ചേരണം. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്. ഐസ്ക്രീമിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാമായി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഇങ്ങനത്തെ നല്ലൊരു പാത്രം എടുക്കാം. നല്ലൊരു പാത്രം, അതിനകത്തേക്ക് ഇത് ഒഴിക്കുക. ഫ്രീസറിൽ 2 മണിക്കൂർ വയ്ക്കുക. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും എടുത്ത് മിക്സ് ചെയ്യണം. ഫ്രിഡ്ജിൽ 2 മണിക്കൂർ വെച്ച ഐസ്ക്രീം ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇത് വീണ്ടും ഈ പാത്രത്തിലേക്ക് തന്നെ ഒഴിക്കുക. വീണ്ടും മിക്സ് ചെയ്യാം. ഒരു 2 to 3 minutes ഇങ്ങനെ വിസ്കർ വെച്ച് നന്നായിട്ട് അടിക്കുക. മിക്സിയിൽ ഹാൻഡ് മിക്സർ വെച്ച് അടിക്കുക, അങ്ങനെയും ചെയ്യാം കേട്ടോ. വീണ്ടും ഫ്രീസറിൽ വയ്ക്കുക ഒരു 3 to 4 hours. ഇപ്പോൾ നല്ല സെറ്റാവും. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നല്ല റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഞാനതപ്പോൾ സെർവ് ചെയ്യാനായിട്ട് പോകുകയാണ്. നിങ്ങൾക്ക് കാണാം. കൂളായിട്ട് വരണം. നോക്ക്, അടിപൊളി. ചോക്ലേറ്റ് ഗനാഷ് പഴയതുണ്ടാക്കി. ഇതൊക്കെ ഓപ്ഷനിലാട്ടോ. അതൊക്കെ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യണാണേ. കുറച്ച് പിസ്ത പൊടിച്ചത്, അതിൻ്റെ കൂടെ കുറച്ച് ആൽമണ്ട് ഫ്ലേക്സും കൂടി ഇടുകയാണ്. അപ്പോൾ അതേ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ 3 ആൾ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ടേസ്റ്റ് ചെയ്യട്ടെ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ക്യാമറമാനായിട്ടത് ഹോട്ടലിൽ കണ്ടിട്ടുള്ളൂ. അടിപൊളി. വാനിലയുടെ അത്ര ടേസ്റ്റ് ആകുന്നുണ്ട്. ചെറിയ യോഗട്ട് പുളിയും വരുന്നുണ്ട്. മനസ്സിലാവില്ല. ഇല്ല, അടിപൊളി. സെറ്റാണ്. അടിപൊളി. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇത് ഉണ്ടാക്കി നോക്കണം. 2 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാനായിട്ട്. ഫ്രീസറിൽ വെക്കുക. ആ സെറ്റ് ചെയ്യാനുള്ള ടൈമും നമുക്ക് മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. മിൽക്ക് മെയ്ഡ്, കണ്ടൻസ് മിൽക്ക് നമുക്ക് സുഖമായിട്ട് അവൈലബിൾ ആണ്. തൈര്, അധികം പുളിയില്ലാത്ത തൈര്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വേഗം വരും. ടിൽ ദെൻ ബൈ.